ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പി ജയരാജനെ തഴയാനുള്ളൊരു ശ്രമം അത് എം.വി. ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്ന് ശക്തമാവുന്നു എന്ന് കേൾക്കുന്നു. അതായത് കണ്ണൂരിലെ ചെന്താരകം മുൻ ജില്ലാ സെക്രട്ടറി പി ജയരാജനെതിരെ ഇത്തരത്തിൽ ഒരു നീക്കം നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. പി ജയരാജൻ തനിക്ക് സീറ്റ് കിട്ടില്ല എന്നറിഞ്ഞതിൽ അദ്ദേഹം ആകെ പൊട്ടിത്തെറിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, പി ജയരാജൻ ഈ കഴിഞ്ഞ സംസ്ഥാന സമിതിയിലൊക്കെ തന്നെ തിരുവനന്തപുരത്ത് AK സെൻറ്ററിൽ സംസ്ഥാന സമിതി കൂടുമ്പോഴൊക്കെ തന്നെ കണ്ണൂർ ഘടകത്തിൽ നിന്ന് കണ്ണൂരിലെ പാർട്ടി നേതാക്കളെന്ന് പറയുമ്പോൾ EP ആയിരുന്നാലും മറ്റുള്ള നേതാക്കളൊക്കെ തന്നെ വലിയ മുതലാളിമാരാണ്. ഇപ്പോൾ EPയെ സംബന്ധിച്ച് EPക്ക് വൈദേഹി റിസോർട്ടിൽ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഷെയറും അവിടുത്തെ കാര്യങ്ങളും, വൈദേഹി റിസോർട്ടിൻ്റെ നടത്തിപ്പുകാരെന്ന് പറയുന്നത്, വൈദേഹി റിസോർട്ടിൻ്റെ മുതലാളി എന്ന് പറയുന്നത് EPയുടെ മകനാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണോ? ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇങ്ങനെ മുതലാളിയാണോ? ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന കണ്ണൂരിൽ നിന്നുള്ള ഒരേ ഒരു സഖാവ് പി ജയരാജനാണ്. പണ്ട് പാടിയൽ ഷാജിയുടെ ഒരു ഓഡിയോ കേട്ട സമയത്ത് അതിൽ പറയുന്നുണ്ട്, പരിപ്പോടെയും കട്ടൻ ചായയൊക്കെ കുടിക്കുന്ന ലളിത ജീവിതം, കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന അങ്ങനെ ഒരു കോട്ട് അല്ല. അപ്പം അതായത് ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ കട്ടൻ ചായയുടെയും പരിപ്പോടയുടെയും ഒക്കെ കാലം കമ്മ്യൂണിസത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അല്ല, അതുകൊണ്ടല്ലേ കട്ടൻ ചായയും പരിപ്പ് വടയും എന്ന തൻ്റെ ആത്മകഥ ആ പേര് ആര് കൊടുത്തു എന്ന് EP ചോദിച്ചത്. അതിപ്പോൾ അതിനെ ഒരു പുച്ഛമാണല്ലോ അവർക്കിപ്പോൾ കട്ടൻ ചായയും പരിപ്പ് വട എന്ന് പറയുന്നതും ദിനേശ് ബീഡി എന്ന് പറയുന്നതൊക്കെ അവർക്ക് പുച്ഛമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് EPയെ കൊണ്ട് EPയുടെ ഈ കച്ചവടത്തെക്കുറിച്ച് വൈദേഹി റിസോർട്ടിലെ ഈ ബന്ധം അത് ആരതാ? രാജീവ് ചന്ദ്രശേഖരൻ്റെതാണ്. പിന്നെ രാജീവ് ചന്ദ്രശേഖറാണ് അതിൻ്റെ ഈ വൈദേഹി റിസോർട്ടിൻ്റെ നടത്തിപ്പിൻ്റെ അവകാശം. ഒരു റിസോർട്ട് എന്ന് പറയുമ്പോൾ, ഒരു ഹോട്ടൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ നടത്തിപ്പിന് വേറൊരാളിനെ നമ്മൾ കൊടുക്കും, അതിനെ ഫ്രാഞ്ചൈസ് പോലെ നമ്മൾ കൊടുക്കും. അത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ ഏൽപ്പിച്ചാണ് ഇവർ ഈ പറയുന്ന പോലെ ഈ വൈദേഹി റിസോർട്ടിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു BJP നേതാവുമായി എന്തിനിങ്ങനെ ഒരു ബന്ധം എന്ന രീതിയിൽ ചോദ്യങ്ങൾ ഇദ്ദേഹം ചോദിച്ചിരുന്നു. അത് ആരാ ചോദിപ്പിച്ചേ? അത് ഈ M.V. ഗോവിന്ദൻ EPക്കെതിരെ, M.V. ഗോവിന്ദനും EPയും തമ്മിൽ വളരെയധികം അതിരൂക്ഷമായ ഭിന്നതയുണ്ട്. അത് മറ്റൊരു വശമാണ്. അപ്പോൾ അങ്ങനെ അതിനെതിരെ സംസാരിപ്പിച്ച പി ജയരാജനെ കൊണ്ട് സംസാരിപ്പിച്ചത് ആരാണ്? സംസാരിപ്പിച്ചത് M.V. ഗോവിന്ദനാണ്. അങ്ങനെ അന്ന് അത് സംസാരിപ്പിച്ചു. അത് സംസാരിച്ചിട്ട് രണ്ട് മൂന്ന് മീറ്റിങ്ങൾക്ക് മുമ്പ്, 2-3 മാസങ്ങൾക്ക് മുമ്പ് നടന്ന മീറ്റിങ്ങിൽ പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് സീറ്റ് കിട്ടുന്നില്ല എന്ന വിഷയം വന്നപ്പോൾ അദ്ദേഹം കുറേ കൂടെ പ്രകോപിതനായി. കഴിഞ്ഞ ദിവസം ചോദിച്ചു, ഞാനിങ്ങനെ ഒരു ആവശ്യം പറഞ്ഞിരുന്നല്ലോ, അതിനെക്കുറിച്ച് പിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ അന്ന് M.V. ഗോവിന്ദന് വേണ്ടി സംസാരിച്ചെങ്കിൽ ഇന്നിപ്പോൾ M.V. ഗോവിന്ദനെതിരെ തിരിഞ്ഞാണ് ചോദിച്ചത്. നിങ്ങളിവിടെ സെക്രട്ടേറിയറ്റ് ഇരുന്നുകൊണ്ട് എന്താ ചെയ്യണേ എന്നാണ് ചോദിച്ചത്. പിന്നെ ഇത്തരത്തിൽ ഈ M.V. ഗോവിന്ദൻ്റെ ആറ്റിറ്റ്യൂഡും പിണറായി വിജയൻ്റെ ആറ്റിറ്റ്യൂഡും തനിക്ക് ഒരു സപ്പോർട്ടും ചെയ്യാത്ത രീതിയിൽ തന്നെ ഒരിക്കലും ഇതിനകത്തെ മത്സരരംഗത്തേക്ക് ഇറക്കാത്ത രീതിയിലേക്ക് പോകുന്നു എന്ന് മനസ്സിൽ കണ്ടതുകൊണ്ടാണ് അദ്ദേഹം ജോത്സ്യനെ കാണാൻ പോയ കാര്യം പറഞ്ഞത്. പയ്യന്നൂർ അവിടുത്തെ ആ പ്രശസ്തനായ ജോത്സ്യനെ കാണാൻ. അത് M.V. ഗോവിന്ദനെതിരെ അദ്ദേഹം തിരിഞ്ഞതാണ്. M.V. ഗോവിന്ദനെതിരെ അദ്ദേഹം തിരിഞ്ഞ ആ ഒരു ചോദ്യം അത് മനഃപൂർവ്വം ചോദിച്ചതാണ്. അപ്പോൾ ഒരു കാരണവുമില്ലാതെ ആ ഒരു ചോദ്യം ഉണ്ടായി. കാര്യം അവിടെ ഈ കണ്ണൂരത്തെ നേതാക്കളൊക്കെ തന്നെ ജ്യോത്സ്യന്മാരെയൊക്കെ കാണാൻ പോകാറുണ്ട്, CPM നേതാക്കളൊക്കെ തന്നെ കാണാൻ പോകാറുണ്ട്. ആ കാണാൻ പോയ ആ സംഭവം ഒരു പുത്തരിയുമല്ല, പുതിയൊരു സംഭവമല്ല. അതുകൊണ്ട് എന്നിട്ടത് മനഃപൂർവ്വം അദ്ദേഹം ചോദിച്ചതാണ്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുന്നില്ല. എന്തുകൊണ്ട്? അതായത് അപ്പൊ ഞാനത് എനിക്കത് തരുന്നില്ല, അപ്പൊ നീയും അങ്ങനെ സുഖിക്കണ്ട. അല്ല, നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ അദ്ദേഹത്തിന് പറ്റിയൊരു സീറ്റ് ഇല്ല എന്നാണ് ഇപ്പൊ സംസാരം വരുന്നത്. 2021 അദ്ദേഹത്തിനെ മത്സരിപ്പിച്ചില്ല. 2021 കഴിഞ്ഞ് 2026 5 കൊല്ലം കഴിഞ്ഞ് 26 അദ്ദേഹത്തിന് സീറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. ലോകസഭയിൽ അതിനിടയ്ക്ക് അദ്ദേഹത്തിനെ മത്സരിപ്പിച്ച് ഈ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം വലിച്ചെറിഞ്ഞിട്ട് ലോകസഭയിൽ വടകരയിൽ ഇദ്ദേഹത്തിനെതിരെ മുരളിക്കെതിരെ മത്സരിച്ച് പാർട്ടി തോൽപ്പിച്ചതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ അദ്ദേഹത്തിന് ഇങ്ങനെ തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. പി ജയരാജനെ സംബന്ധിച്ച് പി ജയരാജൻ ഇപ്പോൾ സെൻട്രൽ കമ്മിറ്റിയിൽ പോലും അംഗമല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. കണ്ണൂർ പിണറായിക്കൊപ്പം നിന്ന് പാർട്ടിയെ വളർത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ കൈ വരെ പോയിരിക്കുക. പാർട്ടിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരാളായിട്ട് പോലും അദ്ദേഹത്തിനെതിരെ എന്താ പറയുക, ഒരു സപ്പോർട്ടില്ലാത്ത രീതിയിലാണ് പിണറായിയും സംഘവും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഒരു കല്ലുകടി പോലെയാണ് പാർട്ടിക്കകത്ത്. കണ്ണൂർ ഘടകത്തിനൊരു കല്ലുകടി പോലെയാണ്. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ ആകെ പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു തവണ അദ്ദേഹം MLA ആയിട്ടുണ്ട്. ഈ 2021 മുമ്പ് ഒരു തവണ VS ഇവിടെ മുഖ്യമന്ത്രി ആയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം പോലും അദ്ദേഹത്തിന് കിട്ടിയില്ല. അദ്ദേഹം ഒരു തവണ MLA ആയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിന് ഒന്നും അവരാക്കിയിട്ടില്ല. പാർലമെൻ്ററി തലത്തിൽ അദ്ദേഹത്തിന് ഒന്നും അവർ ചെയ്തിട്ടില്ല.
ഇപ്പൊ MV ഗോവിന്ദന് നേരെ, അതായത് സീറ്റ് കിട്ടില്ല എന്ന് തോന്നിയപ്പോൾ ഒരു പ്രസ്താവനയും ഒരു വിവാദമൊക്കെ കൊളുത്തി വിട്ട P ജയരാജന് ഇനി എന്തെങ്കിലും ഒരു അവസരം അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമല്ലേ ഉള്ളത്? അല്ല, ഇതിനകത്ത് മീര എന്ത് സംഭവം എന്നറിയോ, ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനം, അതിനുശേഷം പാർട്ടിയുടെ ചെന്നൈയിൽ നടന്ന പാർട്ടി കോൺഗ്രസ്, ഇതിലൊക്കെ തന്നെയും പാർട്ടിക്കകത്ത് സെൻട്രൽ കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംഭവം വരുമ്പോൾ P ശശിയെ സെൻട്രൽ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് പിണറായി വിജയൻ്റെ ഒരു അജണ്ടയായിരുന്നു. പിണറായി വിജയൻ ആ ഒരു താല്പര്യം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ P ശശിയെ കൊണ്ടുവരാനായി ശ്രമിച്ചു. റിയാസിനെ കൊണ്ടുവരാനായി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. റിയാസിനെ കൊണ്ടുവരുന്നതിന് വിലങ്ങുതടിയായിട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ നേതാവായ ശ്രീമതി ടീച്ചറിനെ കൊണ്ട് ഇതിനകത്ത് സെൻട്രൽ കമ്മിറ്റിക്കകത്ത് കയറ്റി. അതിലുള്ള നീരസം ഇന്നും പിണറായിക്ക് തീർന്നിട്ടില്ല. ഒരു സമയം പിണറായിയെ നേതാവായി വാഴിക്കുന്നതിൽ VS-നെതിരെ കളിക്കുന്നതിൽ കൂടെ നിന്ന ആൾക്കാരാണ് ഇവരൊക്കെ തന്നെയും. കണ്ണൂർ ഘടകത്തിൽ കൂടെ നിന്ന് പറയും, ശ്രീമതി ഉൾപ്പെടെ. അപ്പോൾ റിയാസിനെ ഇങ്ങനെ കൊണ്ടുവന്ന് എന്തോ പിന്നെ CC-യിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അതിന് ശ്രീമതിയെ കൊണ്ട് തടയിടിച്ചപ്പോഴത്തേക്കും പിന്നെ ശശിയെ CC-യിൽ കൊണ്ടുവരണം. ശശിയെ CC കൊണ്ടുവരുന്നതിൽ P ജയരാജനും ശശിയും തമ്മിൽ ഒരു ത്രാസി തൂക്കി നോക്കുമ്പോൾ എന്തുകൊണ്ട് ശശിയേക്കാളും നല്ല നേതാവ് P ജയരാജൻ തന്നെ. അതിനെ പിണറായി എതിർത്തു. P ജയരാജൻ പറഞ്ഞാക്കി പിന്നെ ശശിയും വരില്ലല്ലോ. അങ്ങനെ ആ രീതിയിലായി. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ കണ്ണൂർ P ജയരാജനെ ബ്ലോക്ക് ചെയ്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ മറ്റ് ചില അജണ്ടകൾ പിണറായിയുടെ മനസ്സിലുണ്ട്. അതിലൊന്ന് P ശശിയാണ്. P ശശിയെ എങ്ങനെയായാലും അടുത്ത തവണ ഒരിക്കൽ കൂടി ഭരണം കിട്ടിയാൽ P ജയരാജൻ മനസ്സിൽ ആഗ്രഹിക്കും, തനിക്ക് ഒന്ന് മന്ത്രിയാവാമല്ലോ, മന്ത്രിയാവുന്നതിൽ എന്താ തനിക്കൊരു കുറവ്, തനിക്ക് തന്നെ മന്ത്രിയാക്കിക്കൂടെ പാർട്ടിക്ക് എന്ന് അദ്ദേഹത്തിന് ചിന്തിക്കാം. പക്ഷേ അതിന് പിണറായി സമ്മതിക്കാത്തത്, പിണറായിക്ക് വേണ്ടപ്പെട്ട ശശിയുണ്ട്, ശശിയെ മന്ത്രിസഭയിൽ കൊണ്ടുവരണം, ശശിയെ സാമാജികനാക്കണം എന്നുള്ളത് പിണറായിയുടെ ഒരു. ശശിക്ക് ഭരിക്കാൻ അറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല. അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വളരെ നല്ല ഭംഗിയായിട്ട് സൂപ്പർ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം ഇരിക്കുകയല്ലേ. കാര്യം രണ്ടാമതൊരു ടേം കൂടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം വരുന്നതാണ്. അപ്പോൾ ഈ ടേമിൽ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുകയല്ലേ. ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഭരണ നൈപുണ്യം ഉണ്ട്. പിണറായിയെ ഇത്രയും ചീത്ത കേൾപ്പിച്ചതിലും പിണറായിയുടെ കയ്യിലിരിപ്പിലും 50% അങ്ങോട്ടും ഇങ്ങോട്ടും P ശശിയുടെ കുരുട്ടുബുദ്ധിയും ടേക്ക് തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ രണ്ടുപേരും പറഞ്ഞുള്ള പിന്നെ ഈ പറയുന്ന കെടുകാര്യസ്ഥത അനുഭവിക്കേണ്ടി വരുന്നത് നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങളാണ്. തീർച്ചയായിട്ടും കൊടുക്കൽ വാങ്ങൽ ആ പരിപാടി തന്നെയാണ് ഇവിടെ. ഇപ്പൊ PP ദിവ്യയുടെ കേസ് തന്നെ അതിലൊക്കെ കണ്ണൂർ ഘടകത്തിന് വലിയ അടി കിട്ടിയിട്ടുണ്ട്. കാര്യം PP ദിവ്യയെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ഈ പാർട്ടിയുടെ ഒരു ഇതായിരുന്നു, ശശിയുടെ ഒരു ആഗ്രഹം. ഇനി PP ദിവ്യ എഴുന്നേക്കില്ല. അതുപോലെ തന്നെ ഗോവിന്ദന്റെ ഭാര്യയെ കൂടെ ഇതേപോലെ കൊണ്ടുവരണമെന്നൊരാഗ്രഹം അവർക്കുണ്ടായിരുന്നു. ഗോവിന്ദൻ്റെ ഭാര്യയെ കൂടെ മുകളിലേക്ക് കൊണ്ടുവരണം, ഗോവിന്ദൻ്റെ ഭാര്യയെ നിർത്തണം എന്നൊക്കെ അവർ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഗോവിന്ദൻ്റെ ഭാര്യയും ഇനിയിപ്പോൾ പൊങ്ങി വരാൻ സാധ്യതയില്ല. ഇനി കണ്ണൂർ ഘടകത്തിൽ ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ആയിരുന്ന രാകേഷ്, ഇപ്പോൾ ആയിരിക്കുന്ന KK രാകേഷ്, പിന്നെ MP രാജേഷിൻ്റെ ഭാവി തീർന്നു, ജെയിംസ് മാത്യുവിൻ്റെ ഭാവി തീർന്നു. ജെയിംസ് മാത്യു ഒക്കെ ഇപ്പം ഒന്നിലും ഇല്ല, രാഷ്ട്രീയത്തിൽ പോലും ഉണ്ടോ എന്ന് സംശയമുണ്ട്. ജെയിംസ് മാത്യു നല്ലൊരു നേതാവായിരുന്നു. അപ്പോൾ ജെയിംസ് മാത്യു ഇനി മത്സരിക്കില്ല. TV രാജേഷും TV രാജേഷിന് ഇപ്പോൾ TV രാജേഷ് ശരിക്കും കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആകാൻ ശരിക്കും യോഗ്യതയുള്ള ആളായിരുന്നു. അദ്ദേഹത്തിനെ മാറ്റിയിട്ട് പിണറായി വിജയൻ നേരിട്ടാണ് KK രാഗേഷിനെ വെച്ചത്. അങ്ങനെ നോക്കുമ്പോൾ കണ്ണൂർ CPM-നകത്ത് പിണറായിക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ ബ്രിട്ടാസ് വരെ കണ്ണൂർ മത്സരിക്കണമെന്ന് പറയുന്നു, നികേഷ് മത്സരിക്കണമെന്ന് പറയുന്നു. ഇപ്പോൾ അവിടെ നിലവിൽ രണ്ടാമതൊരു ടേം കൂടെ നിന്നാൽ ജയിക്കാൻ സാധ്യതയുള്ള MLA-മാർ ഇരിക്കെ ഇനിയിപ്പോൾ P ജയരാജൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും പാർട്ടി എന്നുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ഇടയ്ക്കുന്ന സംസാരിച്ചിട്ട് നിന്ന് വരുമ്പോൾ, അതായത് ഈ പറയുന്ന കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം കിടക്കയിലായിരിക്കുമ്പോൾ അദ്ദേഹം തന്നെയാണ് എൻ്റെ ആഗ്രഹമാണ് MV ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കണമെന്ന് അദ്ദേഹമാണ് പറഞ്ഞത്. ശരിക്കും EP പാർട്ടി സെക്രട്ടറി ആക്കാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അവിടെ MV ഗോവിന്ദൻ തന്നെക്കാൾ എത്രയോ ജൂനിയറായ MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയതിൽ EP-ക്ക് അതിഭീകരമായ ഒരു കാലുഷ്യമുണ്ട്. മാത്രമല്ല ഇവിടെ തിരുവനന്തപുരത്ത് AK സെൻറ്ററിനടുത്ത ഫ്ലാറ്റിൽ തന്നെ EP-യുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കുശിനിക്കാരനുണ്ടായിരുന്നു. ആ കുശിനിക്കാരനോട് ഈ ഗോവിന്ദൻ പെരുമാറിയ രീതിയിൽ ആ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കുശിനിക്കാരനായ മനുഷ്യൻ ആത്മഹത്യ ചെയ്ത പുറത്ത് കേൾക്കാത്ത കഥകൾ വരെയുണ്ട്. MV ഗോവിന്ദൻ്റെ കുടുംബ ബന്ധു ഒരു പെൺകുട്ടിയെ കൊണ്ട് അവിടെ താമസിപ്പിച്ചു ആ ഫ്ലാറ്റിൽ. അവിടെ വേറെ തരത്തിലുള്ള കേൾക്കാൻ പാടില്ലാത്ത കഥകൾ കേട്ടു. അതിൽ MV ഗോവിന്ദനെതിരെ EP കയറി ഇടപെട്ടു. ആ EP ഇടപെട്ടത് EP-ക്ക് ആരാണ് ഇത് പറഞ്ഞു കൊടുത്തത് എന്നതൊക്കെ ചർച്ചയായി. അങ്ങനെയൊക്കെയുള്ള കുറേ വിഷയങ്ങൾ ഉണ്ടായതിൻ്റെ പുറത്ത് ശരിക്കും EP-യും MV ഗോവിന്ദനും ഇന്നും പാർട്ടിക്കകത്ത് ശത്രുത, അതിഭീകരമായ ശത്രുത. അപ്പോൾ ആ ശത്രുതയെ മുതലെടുത്തുകൊണ്ടാണ് ഈ വൈദേഹി റിസോർട്ടിൻ്റെ കാര്യം EP ഇദ്ദേഹത്തിനെ കൊണ്ട് സംസാരിപ്പിച്ചത്. ആരെ കൊണ്ട് സംസാരിപ്പിച്ചത്? ഈ പറയുന്ന രീതിയിൽ P ജയരാജനെ കൊണ്ട് സംസാരിപ്പിച്ചത്. EP-ക്കെതിരെ MV ഗോവിന്ദൻ P ജയരാജനെ കൊണ്ട് സംസാരിപ്പിച്ചത്. അങ്ങനെ P ജയരാജൻ ആ വിഷയം സംസാരിച്ചിട്ട് എന്തായി? ഒന്നും ആയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ണൂർ CPM ഘടകത്തിൽ P ജയരാജൻ ഇപ്പോൾ
ഒരു കല്ലുകടിയായി തീർന്നിട്ടുണ്ട്. കാര്യം അദ്ദേഹത്തിന് സീറ്റ് കിട്ടാത്തതൊരു വിഷയമാണ്. പക്ഷേ അദ്ദേഹത്തിനെ പോലൊരു ജനകീയ നേതാവിനെ ഇന്നത്തെ CPM ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അത് ആ ജില്ലാ ഘടകത്തിൽ നിന്നല്ല എവിടെയും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു രീതിയിലേക്കാണ് CPM പോക്ക് പോകുന്നത്. അത് എത്ര കണ്ട് കണ്ണൂർ ഘടകത്തെ ബാധിക്കുമെന്നുള്ളത് ഇനി അങ്ങോട്ട് നമുക്ക് കുറച്ചുകൂടെയൊക്കെ അങ്ങോട്ട് തിരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോഴേ നമുക്കത് അറിയാൻ കഴിയുള്ളൂ.